ഹലോ സഹകാരി റേസ് പ്ലസിലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും PYQ സീരീസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ചോദ്യപേപ്പർ 138/2023 ഈ ഒരു ചോദ്യപേപ്പറാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കടക്കാം. നോക്കിക്കേ, ആദ്യത്തെ ചോദ്യം നോക്കിയേടാ. നോക്കിക്കേ, ഇവിടെ കുറച്ച് ആൾക്കാരുടെ പേര് തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താണ്, ഇവയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പുനർസംഘടന നടത്താൻ വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരെല്ലാം എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എന്താണ് ഭാഷാ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പുനർസംഘടന നടത്താൻ വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയിലെ അംഗങ്ങൾ അല്ലെ. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നമുക്ക് നോക്കാം. BN ഭട്നാഗർ ഉണ്ട്, ഡോക്ടർ രാജരാമണ്ണ ഉണ്ട്, ലക്ഷ്മണസ്വാമി മുതലിയാർ ഉണ്ട്, VP മേനോൻ ഉണ്ട്, ഫസൽ അലി, പിന്നെ KM പണിക്കർ, പിന്നെ ഗുൽസരിലാൽ നന്ദ, TT കൃഷ്ണമാചാരി, പിന്നെ CD ദേശ്മുഖ്. ഇത്രയാണ് ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നോക്കേണ്ടത് ഭാഷാ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പുനർസംഘടന നടത്താൻ വേണ്ടി രൂപീകരിച്ച കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ പേര് എന്താണെടാ? അതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. എന്താണ് ആ കമ്മിറ്റിയുടെ പേര്? ഫസൽ അലി കമ്മീഷൻ അല്ലേ, കമ്മീഷൻ എന്നാണ് അതിന്റെ പേര്. ഇനി അതിനകത്തുള്ള ആരൊക്കെയാണ് അതിനകത്ത് ഉള്ളത്? നമുക്കറിയാം, ഫസൽ അലി ഉണ്ടെന്നറിയാം, അതുപോലെ തന്നെ KM പണിക്കരും ഉണ്ടെന്നറിയാം. ഇനി ഒരാളൂടെ ഉണ്ട്, അത് VP മേനോനാണോ? അല്ല. അപ്പൊ അത് ഈ ഒരു ഓപ്ഷൻ തെറ്റാണ്. അതുപോലെ തന്നെ മുകളിലെ ഓപ്ഷനും ഈ മൂന്നാമത്തെ ഓപ്ഷനും തെറ്റാണ്. അപ്പൊ പിന്നെ ഫസൽ അലി, KM പണിക്കർ ഇവരുടെ കൂടെ വരുന്ന ആ ഒരാള് അത് ആരാണ്? അത് HN കുൻസ്രു ആണ്. ഓക്കെ, സോ അപ്പൊ എന്താണ് ഇതിൽ ഏതാണ് ആൻസർ വരുന്നത്? അപ്പം 1 മാത്രം, 2 മാത്രം, 3 മാത്രം, എന്താണ് ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല എന്നുള്ളതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല എന്നുള്ളതാണ് അവിടെ ആൻസർ. കാരണം ഏതാണ്? ഫസൽ അലി കമ്മീഷൻ ആണ്. അതിൽ ആരൊക്കെയാണ്? ഫസൽ അലി, KM പണിക്കർ, അതുപോലെ തന്നെ HN കുൻസ്രു ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നോക്കിക്കേ, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ബോസ്റ്റൺ ടീ പാർട്ടി, അതുപോലെ തന്നെ രക്തരൂക്ഷിത ഞായറാഴ്ച, പിന്നെ ബോക്സർ കലാപം. ഇവയിൽ രക്തരൂക്ഷിത ഞായറാഴ്ച ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഈ മോളിൽ തന്നിരിക്കുന്നതിലെ രക്തരൂക്ഷിത ഞായറാഴ്ച ഏത് വിപ്ലവമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? റഷ്യൻ വിപ്ലവമാണോ, ഫ്രഞ്ച് വിപ്ലവമാണോ, അമേരിക്കൻ വിപ്ലവമാണോ, ചൈനീസ് വിപ്ലവമാണോ? ഏത് വിപ്ലവമാണ്? ഏതാണ്? പെട്ടെന്ന് പറഞ്ഞേ, ഏതാണ്? ഓപ്ഷൻ എ, റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് രക്തരൂക്ഷിത ഞായറാഴ്ച. ഓക്കെ, രക്തരൂക്ഷിത ഞായറാഴ്ച ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നോക്കിക്കേ, നേരത്തെ പോലെ തന്നെ ഇവിടെ കുറെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ ചോദിച്ചിരിക്കുന്നത്? ഇന്ത്യയിലെ ചില നദികൾ അല്ലെ, ഇന്ത്യയിലെ ചില നദികളുടെ പേരുകളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? പെൻഗംഗ, തുംഗഭദ്രയുണ്ട്, ദാമോദറുണ്ട്, തിസ്തയുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ചില നദികളാണിവ. ഇതിൽ ഗോദാവരിയുടെ പോഷക നദി ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഗോദാവരിയുടെ പോഷക നദിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഏതാണ് ഗോദാവരിയുടെ പോഷക നദി? അത് ഓപ്ഷൻ 1 വരുന്നതാണ് അല്ലെ, പെൻഗംഗയാണ് അതിൽ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. തുംഗഭദ്ര ഉണ്ട്. തുംഗഭദ്ര ഏതിന്റെ പോഷക നദിയാണ് തുംഗഭദ്ര എന്ന് പറയുന്നത്? ഏതാണ്? കൃഷ്ണാ നദിയാണ് അല്ലെ, കൃഷ്ണാ നദി. ഓക്കെ, കൃഷ്ണാ നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര എന്ന് പറയുന്നത്. അപ്പൊ ദാമോദർ ഏതാണ്ട്? ഗംഗയാണ് അല്ലെ, ഗംഗയാണ് ദാമോദർ. തിസ്ത വരും. തിസ്ത ഏതാണ്ട്? ബ്രഹ്മപുത്രയാണ് അല്ലെ, ബ്രഹ്മപുത്രയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് തിസ്ത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിതിൽ ആൻസർ കിട്ടി. അത് മാത്രമല്ല, ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റി. ഇതിലിപ്പോൾ ഏതാണ് ആൻസർ വരുന്നത് അല്ലെ? ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് നമുക്കിതിൽ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 1947 കേളപ്പന്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള പ്രമേയം പാസാക്കിയ കൺവെൻഷൻ നടന്നത് എവിടെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1947 കേളപ്പന്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള പ്രമേയം പാസാക്കിയ കൺവെൻഷൻ എവിടെ വെച്ചാണ് നടന്നതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസിൽ കോഴിക്കോടുണ്ട്, തൃശ്ശൂരുണ്ട്, തലശ്ശേരിയുണ്ട്, ഒറ്റപ്പാലമുണ്ട്. എവിടെ വെച്ചാണ് നടന്നത്? ഓപ്ഷൻ ബി, തൃശ്ശൂർ വെച്ചാണ് നടന്നത്. ഓക്കെ അല്ലേ? അടുത്ത് നോക്കിക്കേ, ഒരു ഇമേജ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? മേൽ തന്നിരിക്കുന്ന അടയാളം ഭൂപടങ്ങളിൽ എന്തിനെ സൂചിപ്പിക്കുന്നു? നോക്കിക്കേ, കോണ്ടൂർ രേഖകളാണോ, അതോ കോട്ടകളാണോ, അതോ ന്യൂനമർദ്ദ മേഖലകളാണോ, മിതോഷ്ണ മേഖലകളാണോ? ഏതാണ് ഈ മുകളിൽ തന്നിരിക്കുന്ന ആ ഒരു അടയാളം എന്തിനെയാണ് ഈ കൂട്ടത്തിൽ സൂചിപ്പിക്കുന്നത്? എന്താണെടാ? അത് കോണ്ടൂർ രേഖകളാണ് അല്ലേ. ഓപ്ഷൻ എ, കോണ്ടൂർ രേഖകളാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ?
അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നോക്കിക്കേ, ഇവിടെ കുറച്ച് ജോഡികൾ തന്നിട്ടുണ്ട്. എന്താണ്? ഇന്ത്യയിലെ ചില ദേശീയ ജലപാതകളാണ് ഈ തന്നിരിക്കുന്നത്. ഇവയിൽ NW1 ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, അലഹബാദ് ഹാൽദിയ ഉണ്ട്, സാദിയ ധുബ്രി ഉണ്ട്, കോട്ടപ്പുറം കൊല്ലമുണ്ട്, എന്താണ്, കാക്കിനഡ പുതുച്ചേരി ഉണ്ട്. ഇതിൽ ഏതാണ് NW1 എന്ന് പറയുന്നത്? അത് ആദ്യത്തേതാണ് അല്ലെ, അലഹബാദ് ഹാൽദിയ ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 8ാമത്തെ ചോദ്യമാണ്. നോക്കിക്കേ, ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൻ മിഷൻ, മലബാർ മേഖലയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഇവരിൽ ആരാണ് നേതൃത്വം നൽകിയതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഇപ്പൊ 3 ആൾക്കാർ തന്നിട്ടുണ്ട്. ഇവരിൽ ആരാണ് മലബാർ മേഖലയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് എന്താണ് നേതൃത്വം നൽകിയത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ലണ്ടൻ മിഷൻ സൊസൈറ്റി ആണോ, ചർച്ച് മിഷൻ സൊസൈറ്റി ആണോ, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ആണോ? ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ 3 ആണ് അല്ലേ, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ ഏതാണ് ഉത്തരമായിട്ട് വരും? ഓപ്ഷൻ സി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി അവിടെ ഉത്തരമായിട്ട് വരും. 3 മാത്രം എന്നുള്ളതാണ് അവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 2021 ഓഗസ്റ്റിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അധ്യക്ഷത വഹിച്ച അന്താരാഷ്ട്ര ഘടകം ഇവയിൽ ഏതാണ്? 2021 ഓഗസ്റ്റിൽ എന്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അധ്യക്ഷത വഹിച്ച അന്താരാഷ്ട്ര ഘടകം ഇവയിൽ ഏതാണ്? UN രക്ഷാസമിതി ആണോ, UN സെക്രട്ടേറിയറ്റ് ആണോ, UN ജനറൽ അസംബ്ലി ആണോ, ലോക ബാങ്ക് ആണോ? ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഏതാണ്? UN രക്ഷാസമിതി. ഓപ്ഷൻ എ UN രക്ഷാസമിതിയാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 11. നോക്കിക്കേ, സിയാൽ, അതുപോലെ തന്നെ ഹിൻഡാൽകോ, കൊച്ചി മെട്രോ ഉണ്ട്, പിന്നെ എന്താണ്, ഫിലിപ്സ് കാർബൺ ബ്ലാക്ക് ലിമിറ്റഡ് ഉണ്ട്. ഇതില് ഊർജ സ്രോതസ്സിന്റെ അടിസ്ഥാനത്തിൽ ഇവയിൽ ഒരു സ്ഥാപനം വ്യത്യസ്തമാണ്. അത് ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 4 ആൾക്കാരെ തന്നിട്ടുണ്ട്. ഇതിൽ എന്താണ്? ഊർജ സ്രോതസ്സിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ ഒരാൾ വ്യത്യസ്തമാണ്. അതിൽ ആ ആളെ കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് ഉത്തരമായിട്ട് വരുന്നത്? 4ാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ഫിലിപ്സ് കാർബൺ ബ്ലാക്ക് ലിമിറ്റഡ് ആണ്. PCBL ആണ് അവിടെ എന്താണ് ഊർജത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് 3 പേരെ അപേക്ഷിച്ച് വ്യത്യസ്തമായിട്ട് വരുന്ന ആള് 4ാമത്തെ ആളാണ്. എന്തുകൊണ്ടാണ്? കാരണം ഫിലിപ്സ് കാർബൺ ബ്ലാക്ക് ലിമിറ്റഡ് എന്ന ഒരു തെർമൽ പവർ അല്ലെ, തെർമൽ പവറില് പ്ലാന്റ് ആണ്. ബാക്കി എന്താണ് സിയാൽ, അതുപോലെ തന്നെ ഹിൻഡാൽകോ, കൊച്ചി മെട്രോയ്ക്ക് എന്താണ് സൗരോർജവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അതുകൊണ്ടാണ് താഴത്തെ ആള് ഫിലിപ്സ് കാർബൺ ബ്ലാക്ക് ലിമിറ്റഡ് എന്താണ് വ്യത്യസ്തമായിട്ട് മാറുന്നത്. അപ്പൊ ഉത്തരം ഏതാ വരിക? ഓപ്ഷൻ ബി 4 ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. പൗരസ്വാതന്ത്ര്യത്തിനും ജനായത്ത ഭരണത്തിനും വേണ്ടി നടത്തിയ സമരം ഇവയിൽ ഏതാണ്? ഏതൊക്കെയാണ്? പൗരസ്വാതന്ത്ര്യത്തിനും അതുപോലെ തന്നെ ജനായത്ത ഭരണത്തിനും വേണ്ടി നടത്തിയ സമരം ഇവയിൽ ഏതാണ്? നിവർത്തന പ്രക്ഷോഭമാണോ, ഈഴവ മെമ്മോറിയൽ ആണോ, പുന്നപ്ര വയലാർ കലാപമാണോ, അഞ്ചുതെങ്ങ് കലാപമാണോ? ഏതാണടാ? പുന്നപ്ര വയലാർ കലാപമാണ് അല്ലെ. പുന്നപ്ര വയലാർ കലാപം ഏതായിരുന്നു? വർഷം 1946. പുന്നപ്ര വയലാർ കലാപമാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ ഏതാ? ഓപ്ഷൻ ഡി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് അവിടുത്തെ ഉത്തരം. ഓക്കെ, ഇനി നോക്കിക്കേ, താഴെ തന്നിട്ടുള്ളവയിൽ റാബി വിളയിൽ ഉൾപ്പെടാത്തത് ഏത്? നോക്കിക്കേ, കരിമ്പുണ്ട്, ഗോതമ്പുണ്ട്, പുകയിലയുണ്ട്, കടുകുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് നമ്മുടെ റാബി വിളയിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാണ് അത്? ഓപ്ഷൻ എ കരിമ്പാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ കരിമ്പാണ് റാബി വിളയിൽ ഉൾപ്പെടാത്തത്. ഓക്കെ, അടുത്ത നോക്കാം. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പയിര് ഖനന മേഖലകൾ താഴെ തന്നിരിക്കുന്നു. ഓക്കെ, കുറെ ഓപ്ഷൻസ്, കുറെ ജോഡികൾ തന്നിട്ടുണ്ട്. ഒഡീഷ, സുന്ദർഗഡ്, കർണാടകം, നീലഗിരി, തമിഴ്നാട്, സേലം, അതുപോലെ തന്നെ ഝാർഖണ്ഡ്, എന്താണ് സിംഘം അല്ലെ. ഇത്രയും ഓപ്ഷൻസ് അവിടെ തന്നിട്ടുണ്ട്. ഈ കൂട്ടത്തില് പ്രധാന ഇരുമ്പയിര് ഖനന മേഖലകളാണ് ഈ തന്നിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇതിൽ തെറ്റായിട്ടുള്ള ജോഡി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്ട് തെറ്റായിട്ടുള്ള ജോഡി? ഒഡീഷ, സുന്ദർഗഡ് ഒക്കെ ശരിയായിട്ടുള്ള ജോഡിയാണ് അല്ലെ. ശരിയാണ്. ഇതിൽ ഏതാണ്? കർണാടകം നീലഗിരിയാണ് എന്താണ് അവിടെ തെറ്റായിട്ട് വരുന്നത്. കർണാടകം നീലഗിരിയാണ് അവിടെ തെറ്റായ ജോഡിയായിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ ബി 2 മാത്രം എന്നുള്ളതാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി 2 മാത്രം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തത് ഏത്? നോക്കിക്കേ, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സൗരോർജ്ജമാണോ, കാറ്റിൽ നിന്നുള്ള ഊർജ്ജമാണോ, പെട്രോളിയം ആണോ, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജമാണോ? ഏതാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തത്? ഏതാണടാ? ഏതാണ്? പെട്രോളിയം ആണ് അല്ലെ. ഓപ്ഷൻ സി പെട്രോളിയം ആണ് ശരിയായിട്ട് വരുന്നത്. ഇനി സൗരോർജ്ജവും അതുപോലെ കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജവും ഒക്കെ എന്താണ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിൽ ഉൾപ്പെടുന്നതാണ്.
ഓക്കെ, അടുത്ത് നോക്കിക്കേ, ലോക വ്യാപാര സംഘടനയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെ? അല്ലെ, നമ്മളെ ലോക വ്യാപാര സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിൽ ശരിയായത് ഏതൊക്കെയെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേടാ, 1995 ജനുവരി 1 ജനീവ ആസ്ഥാനമാക്കി നിലവിൽ വന്നു. പിന്നെന്താണ്, ലോക വ്യാപാര സംഘടനയുടെ സ്ഥാപക രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. പിന്നെന്താണ്, 2015 ഏപ്രിലിലെ കണക്കനുസരിച്ച് 171 രാജ്യങ്ങൾ അംഗങ്ങളാണ്. നോക്കിക്കേ, 1995 ജനുവരി 1 ജനീവ ആസ്ഥാനമാക്കി നിലവിൽ വന്നു, ശരിയാണ് അല്ലെ. ഇനി ലോക വ്യാപാര സംഘടനയുടെ സ്ഥാപക രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ, അതും ശരിയാണ്. ഇനി 2015 ഏപ്രിലിലെ കണക്കനുസരിച്ച് 171 രാജ്യങ്ങൾ അംഗങ്ങളാണ്, അതെന്താണ്, തെറ്റാണ്. എത്രയാണ്? 161. അപ്പൊ എന്താണ്, ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഏതൊക്കെയാണ്? 1ഉം 2ഉമാണ് ശരിയായിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ തന്നിട്ടുള്ളവയിൽ ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് അവിടെയും ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വർദ്ധിച്ചു, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, എന്താണ്, വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു എന്ന് പറയുന്നു, ഭക്ഷ്യധാന്യങ്ങൾ കരുതൽ ശേഖരമായി സംരക്ഷിക്കാൻ സാധിച്ചു. അപ്പോൾ ഉൾപ്പെടാത്തത് ഇത് ഏതാണ്? ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വർദ്ധിച്ചു, ശരിയാണല്ലേ. ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, ശരിയാണ്. ഇനി വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു എന്നുള്ളത് എന്താണ്? അവിടെ ഉൾപ്പെടാത്തതാണ്. ഇനി ഭക്ഷ്യധാന്യങ്ങൾ കരുതൽ ശേഖരമായി എന്താണ് സംരക്ഷിക്കാൻ സാധിച്ചു, അതും ശരിയാണ്. അപ്പൊ ഇതിൽ ഏതാണ് ഉൾപ്പെടാത്തത്? ഓപ്ഷൻ സി ആണ് അവിടെ ഉൾപ്പെടാത്തതായിട്ട് വരുന്നത്. അടുത്ത നോക്കിക്കേ, 2020 ഏപ്രിൽ 1 ബാങ്ക് ലയനത്തിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ച ബാങ്കുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, 2020 ഏപ്രിൽ 1 എന്താണ് നടന്ന ബാങ്ക് ലയനത്തിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് അല്ലെ, അതിനോട് ലയിച്ച ബാങ്കുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസിൽ ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഉണ്ട്. പിന്നെ എന്താണ്, ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും ഉണ്ട്, സിൻഡിക്കേറ്റ് ബാങ്കും അലഹബാദ് ബാങ്കും ഉണ്ട്, ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും ആന്ധ്ര ബാങ്കും ഉണ്ട്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലെ, ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേടാ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനകാര്യ മന്ത്രി ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനകാര്യ മന്ത്രി ആരെന്നാണ് ചോദിക്കുന്നത്. അരുൺ ജെയ്റ്റ്ലി ആണോ, മൻമോഹൻ സിംഗ് ആണോ, പ്രണബ് മുഖർജി ആണോ, നിർമ്മല സീതാരാമൻ ആണോ? ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഏതാണ്? ഓപ്ഷൻ ഡി, നിർമ്മല സീതാരാമനാണ് എന്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ച എന്താണ് കേന്ദ്ര ധനകാര്യ മന്ത്രി. ഓക്കെ അല്ലേ? അടുത്ത് നോക്കാം. ഒന്നാം പാർലമെന്റിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട്, ഭാരതീയ ജനതാ പാർട്ടി ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഉണ്ട്, ബഹുജൻ സമാജ് പാർട്ടി ഉണ്ട്. ഇതില് ഒന്നാം പാർലമെന്റിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി ആരായിരുന്നു എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ആരായിരുന്നു? എളുപ്പമുള്ളൊരു ചോദ്യമാണ് അല്ലേ. ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു ഒന്നാം പാർലമെന്റിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഭരണഘടനയുടെ 356 വകുപ്പ് പ്രയോഗിക്കുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഭരണഘടനയുടെ 356 വകുപ്പാണ്? നോക്കിക്കേ, സംസ്ഥാന ഗവൺമെന്റുകളെ പിരിച്ചുവിടാൻ, കേന്ദ്ര ഗവൺമെന്റിന്റെ കടമെടുക്കലിന്, സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ, ധനകാര്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ. ഏതാണ് ഉത്തരമായിട്ട് വരുന്ന 356 വകുപ്പ്? നമ്മളെ ഭരണഘടനയുടെ 356 വകുപ്പ് എന്താണ് പറയുന്നത്? സംസ്ഥാന ഗവൺമെന്റുകളെ പിരിച്ചുവിടാനാണോ, അതോ കേന്ദ്ര ഗവൺമെന്റിന്റെ കടമെടുക്കലിനാണോ, സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനാണോ? ഏതാണ്? ഓപ്ഷൻ സി, സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കാലാവസ്ഥ അനുരൂപ കൃഷി മാതൃകാ പദ്ധതി 2020 ആരംഭിച്ച പ്രദേശം ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കാലാവസ്ഥ അനുരൂപ കൃഷി മാതൃകാ പദ്ധതി 2020 ആരംഭിച്ച പ്രദേശം ഏതാണ്? കുട്ടനാട് ആലപ്പുഴയാണോ, മൺട്രോത്തുരുത്ത് കൊല്ലമാണോ, ആറളം കണ്ണൂരാണോ, നെന്മാറ പാലക്കാടോ ആണോ? ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? മൺട്രോത്തുരുത്ത് കൊല്ലമാണ് അവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ധർമ്മടം നിയമസഭാ മണ്ഡലം ഏത് ജില്ലയിലാണ്? ധർമ്മടം നിയമസഭാ മണ്ഡലം ഏത് ജില്ലയിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസിൽ കാസർഗോഡ് ഉണ്ട്, വയനാട് ഉണ്ട്, കണ്ണൂർ ഉണ്ട്, അതുപോലെ തന്നെ എറണാകുളം ഉണ്ട്. ഏതാണ്ട് ധർമ്മടം നിയമസഭാ മണ്ഡലം ഏത് ജില്ലയിലാണ്? കണ്ണൂരാണ് അല്ലെ. ഓപ്ഷൻ സി, കണ്ണൂരാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അവകാശം നിക്ഷിപ്തമായിരിക്കുന്നത് ആർക്കാണ്? ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അവകാശം ഉള്ളത് ആർക്കാണ്? ഓപ്ഷൻ എ, ഗവർണർക്കാണ് അല്ലെ അവകാശമുള്ളത്. നിയമസഭയ്ക്കും മുഖ്യമന്ത്രി
മുഖ്യമന്ത്രിക്ക്, സ്പീക്കർക്കൊക്കെ ആണോ? അല്ലെ, ഗവർണർക്കാണ് ആ ഒരു അവകാശം ഉള്ളത്. അടുത്ത ചോദ്യം, ഒളിമ്പിക്സ് മെഡൽ ജേതാവ് PR ശ്രീജേഷിന് സംസ്ഥാന സർക്കാർ സ്ഥാനക്കയറ്റം നൽകിയത്? ഓക്കെ, നോക്കിക്കേ. കൃഷി വകുപ്പിൽ ജോയിന്റ് ഡയറക്ടറായി, വ്യവസായ വകുപ്പിൽ ഡയറക്ടറായി, പോലീസ് സേനയിൽ അസിസ്റ്റന്റ് കമ്മീഷണറായി, വിദ്യാഭ്യാസ വകുപ്പിൽ ജോയിന്റ് ഡയറക്ടറായി. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഏതാണ് ഒളിമ്പിക്സ് മെഡൽ ജേതാവ് PR ശ്രീജേഷിന് സംസ്ഥാന സർക്കാർ സ്ഥാനക്കയറ്റം നൽകിയത്? ഏതായിരുന്നു? പെട്ടെന്ന് പറഞ്ഞേ, ഏതായിരുന്നു? ഓപ്ഷൻ D ആണ് അല്ലെ, വിദ്യാഭ്യാസ വകുപ്പിൽ ജോയിന്റ് ഡയറക്ടറായി. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 2020 വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ മുഖ്യ പ്രമേയമായിരുന്നു. 2020 ആണ്. 2020 വർഷത്തെ പരിസ്ഥിതി ദിനത്തിലെ മുഖ്യ പ്രമേയമായിരുന്നു ഏതെന്നാണ് ചോദിക്കുന്നത്. ജൈവ വൈവിധ്യത്തെ ആഘോഷിക്കുകയാണോ, ജീവജാതി വൈവിധ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയാണോ, ജനിതക വൈവിധ്യത്തെ തിരിച്ചറിയുകയാണോ, ആവാസ വ്യവസ്ഥ വൈവിധ്യം കാത്തു സൂക്ഷിക്കുകയാണോ? ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഏതാണ്? ഓപ്ഷൻ A ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ജൈവ വൈവിധ്യത്തെ ആഘോഷിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഉത്തരം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, മൗലിക അവകാശങ്ങളുടെ ശില്പി ആരാണ്? എളുപ്പമുള്ളൊരു ചോദ്യമാണ്. മൗലിക അവകാശങ്ങളുടെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണോ, ലാൽ ബഹദൂർ ശാസ്ത്രി ആണോ, സർദാർ വല്ലഭായ് പട്ടേൽ ആണോ? ഇതൊന്നുമല്ല. ആരാണ് ഉത്തരം? ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ C, സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. അടുത്ത നോക്കാം. കേരളത്തിലെ ആദ്യ സ്പൈസസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യ സ്പൈസസ് പാർക്കാണ് അല്ലേ? അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പുറ്റടി ഇടുക്കിയാണോ, ആറളം കണ്ണൂരാണോ, ഉടുമ്പന്നൂർ ഇടുക്കിയാണോ, ആറന്മുള പത്തനംതിട്ടയാണോ? എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ A, പുറ്റടി ഇടുക്കിയാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, PSC ചെയർമാൻമാരെയും അതുപോലെ തന്നെ അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ആരാണ്? മുഖ്യമന്ത്രിയാണോ, സ്പീക്കറാണോ, ഗവർണറാണോ, ചീഫ് ജസ്റ്റിസ് ആണോ? ആരാണ് നമ്മുടെ PSC ചെയർമാനെയും അതുപോലെ തന്നെ അവിടുത്തെ അംഗങ്ങളെയൊക്കെ നിയമിക്കുന്നത് ആരാണടാ? നമ്മുടെ ഓപ്ഷൻ D, ഗവർണറാണ് നിയമിക്കുന്നത്. ഓപ്ഷൻ D, ഗവർണറാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, COVID-19 രോഗപ്രതിരോധത്തിന് റഷ്യ വികസിപ്പിച്ച വാക്സിൻ ഏത്? അല്ലെ, ആ സമയത്ത് നമ്മൾ കുറെ വാക്സിന്റെ പേരൊക്കെ നമുക്കറിയാം. അതിൽ റഷ്യ വികസിപ്പിച്ച വാക്സിൻ ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? മോഡേണ ആണോ, അതോ ഫൈസർ ആണോ, സ്പുട്നിക് ആണോ, കോവാക്സിൻ ആണോ? ഏതാണ്? ഓപ്ഷൻ C, സ്പുട്നിക് ആണ് റഷ്യ വികസിപ്പിച്ച വാക്സിൻ. ഓക്കെ, ഇനി ഗോയിറ്റർ എന്ന രോഗാവസ്ഥ ഏത് ധാതുവിന്റെ അഭാവം കൊണ്ടാണ് ഉണ്ടാകുന്നത്? അല്ലെ, ഗോയിറ്റർ എന്ന രോഗാവസ്ഥ ഏത് ധാതുവിന്റെ അഭാവം കൊണ്ടാണ് ഉണ്ടാകുന്നത്? ഇപ്പൊ തന്നെ കിട്ടിക്കാണോ അല്ലെ ആൻസർ? ഏതാണ് ആൻസർ? അയഡിൻ ആണോ, സിങ്ക് ആണോ, സോഡിയം ആണോ, ഇരുമ്പാണോ? ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ A, അയഡിൻ ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ആരോഗ്യവാനായ ഒരാളുടെ രക്തസമ്മർദ്ദ നിരക്ക് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരോഗ്യവാനായിട്ടുള്ള ഒരാളുടെ രക്തസമ്മർദ്ദ നിരക്ക് എത്രയായിരിക്കും? നോക്കിക്കേ, 80/120 mmHg, അതുപോലെ തന്നെ 60 110 തന്നിട്ടുണ്ട്, 120 80 തന്നിട്ടുണ്ട്, 90 100. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? 120 അല്ലെ 80 mmHg ആണ് അല്ലെ ഉത്തരമായിട്ട് അവിടെ വരുന്നത്. ഇനി താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത ജോഡി ഏത്? ജീവകം A, റെറ്റിനോൾ തന്നിട്ടുണ്ട് അല്ലെ, ശരിയല്ലേ? ജീവകം A റെറ്റിനോൾ ആണ്. ഇനി ജീവകം C, റൈബോ ഫ്ലാവിൻ എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജീവകം B1 തയാമിൻ തന്നിട്ടുണ്ട്. ജീവകം E ഏതാണ്? ഡോക്കോ ഫെറോൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ഇതിൽ ശരിയായിട്ട് വരുന്നത്? ജീവകം E ശരിയാണ്, അതുപോലെ തന്നെ ജീവകം B1 ശരിയാണ്. ജീവകം C, റൈബോഫ്ലാവിൻ ആണോ? അല്ല. ജീവകം C, റൈബോഫ്ലോവിൻ അല്ല. പിന്നെ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? അസ്കോർബിക് ആസിഡ് ആണ് ജീവകം സിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പൊ ഈ റൈബോഫ്ലോവിൻ ഏതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്? അത് ജീവകം B2 ബന്ധപ്പെട്ട് വരുന്നതാണ് റൈബോഫ്ലാവിൻ എന്ന് പറയുന്നത്. ജീവകം B2 ബന്ധപ്പെട്ട് വരുന്നതാണ് റൈബോഫ്ലാവിൻ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയയും പരിചരണവും നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയയും പരിചരണവും നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി അമൃതം ആരോഗ്യമാണോ, മൃതസഞ്ജീവനിയാണോ, ഹൃദ്യമാണോ, ആർദ്രമാണോ? ഏതാണ്ട് ഉത്തരം? ഓപ്ഷൻ C, ഹൃദ്യമാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ COVID-19 സ്ഥിരീകരിച്ച ആദ്യത്തെ ജില്ല ഏതാണ്? അറിയാവുന്നവർ പെട്ടെന്ന് കമന്റ് ചെയ്തേ. ഏതാണ് ആദ്യത്തെ ജില്ല? ഇന്ത്യയിൽ കോവിഡ് സ്ഥിരീകരിച്ച ആദ്യത്തെ ജില്ല ഏതാണ്? ചെന്നൈ, തൃശ്ശൂർ, ഗുണയാണോ, നാഗ്പൂർ ആണോ? എവിടെയാണ്ടാ? ഓപ്ഷൻ B, തൃശ്ശൂർ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ അയഡിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഗോയിറ്റർ ഉണ്ട്,
പിന്നെ എന്താണ് ക്രെറ്റിനിസം ഉണ്ട്, ഹൈപ്പോ തൈറോയിഡിസവും എന്താണ് ഓപ്ഷൻസിൽ തന്നിട്ടുണ്ട്. ഏതാണ്ട് അയഡിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ്. ഏതൊക്കെയാണ്? ഗോയിറ്റർ വരും, അതുപോലെ തന്നെ ക്രെറ്റിനിസം വരും, ഹൈപ്പോ തൈറോയിഡിസവും വരും. അപ്പൊ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത് നോക്കിക്കേ, TPRന്റെ പൂർണ്ണ രൂപം എന്താണ്? TPRന്റെ പൂർണ്ണ രൂപം എന്താണ്? ടോട്ടൽ പോസിറ്റിവിറ്റി റേറ്റ്, ടെസ്റ്റ് പോസിറ്റിവിറ്റി റേഷ്യോ, ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്, അതുപോലെ തന്നെ ടോട്ടൽ പേഷ്യന്റ് റേറ്റ്. അല്ലെ, നമ്മൾ കോവിഡ് ഒക്കെ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതാണ്. എന്താണ്? ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്. ഓപ്ഷൻ ബി ആണ് TPRന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. അടുത്തത്, മഴവിൽ ഉണ്ടാക്കുവാൻ കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മഴവില്ലാണേ. മഴവിൽ ഉണ്ടാക്കുവാൻ കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ്? പ്രകീർണനമാണോ, വിസരണമാണോ, എന്താണ് ടിൻഡൽ പ്രഭാവമാണോ, പ്രതിഫലനമാണോ? ഏതാണ്ട് ഓപ്ഷൻ എ പ്രകീർണനമാണ് മഴവിൽ ഉണ്ടാകുവാൻ കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ പ്രതല ബലത്തിന് കാരണം ഏത് ബലമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ പ്രതല ബലത്തിന് കാരണം ഏത് ബലമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, അഡിഷൻ ബലമാണോ, കൊഹിഷൻ ആണോ, വിസ്കസ് ആണോ, ഘർഷണ ബലമാണോ? ഏതാണ്ട് ഉത്തരം വരുന്നത്? ഓപ്ഷൻ ബി കൊഹിഷൻ ബലമാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ചാന്ദ്രയാൻ അല്ലെ, ചാന്ദ്രയാൻ 2ന്റെ പ്രോജക്ട് ഡയറക്ടർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചാന്ദ്രയാൻ 2ന്റെ പ്രോജക്ട് ഡയറക്ടർ ആരാണ്? മുത്തയ്യ വനിതയുണ്ട്, കെ ശിവൻ, ഋതു സിംഗ്, കിരൺ എസ് കുമാർ. ഓപ്ഷൻ എ ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അറിയാലേ നിങ്ങൾക്ക്. അടുത്ത ചോദ്യം, തമോഗർത്ത രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ കണ്ടെത്തലുകൾക്ക് 2020 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ച ശാസ്ത്രജ്ഞൻ ആര്? അറിയാവുന്ന ഒരു കമന്റ് ചെയ്തേ. ആരാണ്ട് തമോഗർത്ത രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ കണ്ടെത്തലുകൾക്ക് 2020 അല്ലെ, 2020 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം എന്താണ് ലഭിച്ച ശാസ്ത്രജ്ഞൻ? ഭൗതിക ശാസ്ത്രത്തിന് എന്താണ് നൊബേൽ പുരസ്കാരം ലഭിച്ച ശാസ്ത്രജ്ഞൻ ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസിൽ ചാൾസ് എം റൈസ് ഉണ്ട്, ഹാർവി ജെ ഓൾട്ടർ ഉണ്ട്, റോജർ പെൻട്രോസ് ഉണ്ട്, മൈക്കിൾ ഹഫ്ഡൺ ഉണ്ട്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. റോജർ പെൻട്രോസ് ആണ് അവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, അലുമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റിന്റെ രാസസൂത്രം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അലുമിനിയത്തിന്റെ അയിരായിട്ടുള്ള ബോക്സൈറ്റിന്റെ രാസസൂത്രം ഏതാണ്? നോക്കിക്കേ, Al2O3, Al2O3, 2H2 ഉണ്ട്, Al എന്താണ് Cl3. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മാണത്തിൽ എന്താണ് ശോഷകാരകമായി ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? കാൽസ്യം കാർബണേറ്റ് ആണോ, സൾഫ്യൂരിക് ആസിഡ് ആണോ, കാൽസ്യം ഓക്സൈഡ് ആണോ, സൾഫർ ഡൈ ഓക്സൈഡ് ആണോ? ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? അമോണിയ നിർമ്മാണത്തിലാണ്. അമോണിയ നിർമ്മാണത്തിൽ എന്താണ് ശോഷകാരകമായി ഉപയോഗിക്കുന്നതാണ്. ഏതാണ്? കാൽസ്യം ഓക്സൈഡ് ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി കാൽസ്യം ഓക്സൈഡ് ആണ് അവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത, നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിലാണ് എന്താണ് ഉൾപ്പെടുന്നത്? നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാകുന്ന മൂലകങ്ങൾ ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു? എസ് ബ്ലോക്ക് ആണോ, പി ബ്ലോക്ക് ആണോ, ഡി ബ്ലോക്ക് ആണോ, എഫ് ബ്ലോക്ക് ആണോ? എന്താണ്? നിറമുള്ള സംയുക്തങ്ങളാണ് ഉണ്ടാക്കുന്ന മൂലകങ്ങൾ ആവർത്തന പട്ടികയിൽ ഏതാണ്? ഡി ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത്. ഏതാണ്? ഡി ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, 2020 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം പങ്കിട്ട ജേതാക്കൾ ആരൊക്കെയാണ്? 2020 രസതന്ത്രത്തിലുള്ള നൊബേൽ പുരസ്കാരം പങ്കിട്ട ജേതാക്കൾ അവർ രണ്ടുപേരാണ് അല്ലെ. അവർ ആരൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. നോക്കിക്കേ, പോൾ ആർ മിൽഗ്രാം, അതുപോലെ റോബർട്ട് ബി വിൽസൺ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഗ്രെഗ് സമൻസ് ഉണ്ട്, വില്യം ജി കീലിൻ ഉണ്ട്, പിന്നെ എന്താണ് റീൻഹാർഡ് ജെൻസൽ ഉണ്ട്, ആൻഡ്രിയ ഗെസ് ഉണ്ട്, ഇമാനുവൽ ഷാർപ്പൻറ്റിയർ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ജെന്നിഫർ എ ഡൗട്ട്ന. ഓക്കെ, ഇതിൽ ഏതാണ്ട് ഉത്തരമായിട്ട് വരുന്നത്? ഇമാനുവൽ ഷാർപ്പൻറ്റിയർ, അതുപോലെ തന്നെ ജെന്നിഫർ എ ഡൗട്ട്നയാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത, ജനിതക ഘടനയിൽ മാറ്റം വരുത്തുന്നതിനുള്ള നൂതന ജീൻ എഡിറ്റിംഗ് സങ്കേതത്തിന് 2020 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. ഈ സാങ്കേതിക വിദ്യ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജനിതക ഘടനയിൽ മാറ്റം വരുത്തുന്നതിനുള്ള നൂതന ജീൻ എഡിറ്റിംഗ് സങ്കേതത്തിനാണ് 2020 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. ഈ ഒരു സാങ്കേതിക വിദ്യ ഏത് പേരിലാണ് അറിയപ്പെടുന്നു എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്ക്, ക്രിസ്പർ കാസ് അല്ലെ 9 ഉണ്ട്, DNA ഉണ്ട് 9 ഉണ്ട്, ജീൻ എഡിറ്റിംഗ് ഉണ്ട്, ജീനോം 2020 ഉണ്ട്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ എ ക്രിസ്പർ കാസ് 9 ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്.
അടുത്ത ചോദ്യം, കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ആദ്യത്തെ പ്രസിഡന്റ് ആരാണ് കേരള സാഹിത്യ അക്കാദമിയുടെ? കുഞ്ഞുണ്ണി മാഷാണോ, എം ടി വാസുദേവൻ നായരാണോ, എം കൃഷ്ണൻ നായരാണോ, അതോ കെ എം പണിക്കരാണോ? ആരാണടാ? ഓപ്ഷൻ ഡി, കെ എം പണിക്കരാണ് എന്താ നമ്മുടെ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. സാരേ ജഹാൻ സെ അച്ച എന്ന പ്രശസ്ത ഗാനം രചിച്ചത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ് രചിച്ചത്? ഓപ്ഷൻ സി, മുഹമ്മദ് ഇക്ബാൽ ആണ് അത് രചിച്ചത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ബഷീർ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബഷീർ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ജൂൺ 5, മെയ് 31, ജൂലൈ 5, ഏപ്രിൽ 6. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഏതാണ്? ജൂലൈ 5 ആണ് നമ്മൾ ബഷീർ ദിനമായിട്ട് ആചരിക്കുന്നത്. എന്താണ്? ജൂലൈ 5 ആണ് നമ്മൾ ബഷീർ ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്ത, കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സമ്പർക്ക ക്രാന്തി എന്ന നോവൽ രചിച്ചത് ആരാണ്? സമ്പർക്ക ക്രാന്തി എന്നുള്ള നോവൽ രചിച്ചത് ആരാണ്? എസ് ഹരീഷ് ആണോ, വി ഷിനിലാൽ ആണോ, അതോ എന്താണ് ഫ്രാൻസിസ് നെറോണ ആണോ, സക്രിയ ആണോ? ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി, വി ഷിനിലാൽ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യ ശബ്ദ സിനിമയെ അറിയപ്പെടുന്ന സിനിമ ഏതാണ്? ഏറ്റവും എളുപ്പമുള്ള ഒരു ചോദ്യമാണ് അല്ലെ. വിഗതകുമാരനാണോ, ബാലനാണോ, ന്യൂസ് പേപ്പർ ബോയ് ആണോ, ജീവിത നൗകയാണോ? മലയാളത്തിലെ ആദ്യ ശബ്ദ സിനിമയാണ് ഏതാണ്? ഓപ്ഷൻ ബി, ബാലനാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്രിക്കറ്റ് ആണോ, ടെന്നീസ് ആണോ, ഹോക്കി ആണോ, ഫുട്ബോൾ ആണോ? ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഏതാണ്? ഓപ്ഷൻ സി, ഹോക്കി ആണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം. അടുത്ത ചോദ്യം, രഞ്ജി ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രഞ്ജി ട്രോഫി ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു? ഹോക്കി, ക്രിക്കറ്റ്, ടെന്നീസ്, ഫുട്ബോൾ ഓപ്ഷൻസിലുണ്ട്. ഏതാണ്? ഓപ്ഷൻ ബി, ക്രിക്കറ്റുമായിട്ടാണ് രഞ്ജി ട്രോഫി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും സെർച്ച് എഞ്ചിൻ അല്ലാത്തത് തിരഞ്ഞെടുക്കുക. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും സെർച്ച് എഞ്ചിൻ അല്ലാത്തത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. യാഹു ഉണ്ട്, ജിമെയിൽ ഉണ്ട്, ഗൂഗിൾ ഉണ്ട്, ബിങ് ഉണ്ട്. ഏതാണ്? ജിമെയിൽ. നമുക്കറിയാലോ ജിമെയിൽ ഒരു സെർച്ച് എഞ്ചിൻ ആണോ? അല്ല. അപ്പൊ ജിമെയിൽ ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി, മനുഷ്യ ശാരീരിക സവിശേഷതകൾ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏതാണ്? QR കോഡ് റീഡർ ആണോ, ബയോമെട്രിക് സെൻസർ ആണോ, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ആണോ, സ്കാനർ ആണോ? മനുഷ്യന്റെ ശാരീരിക സവിശേഷതകൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ QR കോഡ് റീഡറും ഒപ്റ്റിക്കൽ മാർക്ക് റീഡറും സ്കാനറും ഒന്നും അല്ല നമുക്കറിയാം. പിന്നെ ഏതാണ്? ബയോമെട്രിക് സെൻസർ ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ബയോമെട്രിക് സെൻസർ. അടുത്ത ചോദ്യം, റെയിൽവേസ് റിസർവേഷൻ സിസ്റ്റം ഏത് നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? പാൻ ആണോ, മാൻ ആണോ, ലാൻ ആണോ, വാൻ ആണോ? ഏതാണ്? വൈഡ് ഏരിയ നെറ്റ്വർക്ക്. വാൻ ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഡിജിറ്റൽ എംപവർമെന്റ് ഫൗണ്ടേഷൻ വിതരണം ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഫോർ എംപവർമെന്റ് ഇന്നോവേഷൻ അറ്റ് COVID-19 പുരസ്കാരം 2020-21 കരസ്ഥമാക്കിയ സ്ഥാപനം ഏതാണ്? ഡിജിറ്റൽ എംപവർമെന്റ് ഫൗണ്ടേഷൻ വിതരണം ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഫോർ എംപവർമെന്റ് ഇന്നോവേഷൻ അറ്റ് COVID-19 പുരസ്കാരം 2020-21 കരസ്ഥമാക്കിയ സ്ഥാപനം കൈറ്റ് ആണ്. ഓപ്ഷൻ എ, കൈറ്റ് ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, സായുധ സേനാ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കായി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ആരംഭിച്ച ടെലിമെഡിസിൻ സർവീസ് ആണ് ഏതാണ്? ആരോഗ്യ സുരക്ഷയാണോ, സെഹത് സുരക്ഷയാണോ, സെഹത് OPD ആണോ, ആരോഗ്യ സേതു ആണോ? ഏതാണ്? ഓപ്ഷൻ സി, സെഹത് OPD ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? എല്ലാവിധ വിവരങ്ങളും നിയമപ്രകാരം പ്രാപ്തമാക്കേണ്ടതാണ് ആണോ? ശരിയായ പ്രസ്താവനകളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എല്ലാവിധ വിവരങ്ങളും നിയമപ്രകാരം പ്രാപ്തമാക്കേണ്ടതാണ്, അങ്ങനെയല്ലേ? അപ്പൊ അതെന്താണ്? അത് തെറ്റാണ്. അടുത്ത്, കമ്പ്യൂട്ടറിൽ ശേഖരിച്ചിരിക്കുന്ന വിവരങ്ങൾ അപേക്ഷകന് നൽകേണ്ടതില്ല. അങ്ങനെ ഉണ്ടോ? അപ്പൊ അതും വരില്ല. പ്രമാണങ്ങളുടെ പകർപ്പുകൾക്ക് അപേക്ഷകന് അർഹതയുണ്ട്. ശരിയാണ്. ഇനി, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ വിഭാഗമായി വിവരാവകാശത്തെ കണക്കാക്കാം. അതും എന്താണ്? ശരിയാണ്. അപ്പൊ ഏതാണ്? ഓപ്ഷൻ ബി, പ്രസ്താവനകൾ സി, ഡി ശരിയാണ് എന്നുള്ളതാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾക്ക് സമഗ്രമായ മാറ്റം വരുത്തിയത് എന്നാണ്? ഏത് വർഷമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓപ്ഷൻ ബി, 2019 മാറ്റങ്ങൾ വരുത്തിയത്. ഓക്കെ, ഈ കൂട്ടത്തിൽ. ഇനി, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് മനുഷ്യജീവന് അപകടമാവുന്ന രീതിയിൽ പൊതുവഴിയിലൂടെ വാഹനം ഓടിക്കുന്നത് ശിക്ഷാർഹമാകുന്നത്? മനുഷ്യജീവന് അപകടമാവുന്ന രീതിയിൽ പൊതുവഴിയിലൂടെ വാഹനം ഓടിക്കുന്നത് ഏതാണ്? ഏത് ശിക്ഷാർഹമാവുന്ന ഏത് വകുപ്പാണടാ? ഏതാണ്? വകുപ്പ് 279 ആണോ, വകുപ്പ് 300 ആണോ, വകുപ്പ് 302 ആണോ, വകുപ്പ് 311 ആണോ? ഏതാണ്? 279 ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി, കുട്ടികളെ ലൈംഗിക അതിക്രമത്തിൽ നിന്നും രക്ഷിക്കുന്നതിനുള്ള പ്രത്യേക നിയമപ്രകാരം എന്താണ് സ്പെഷ്യൽ കോർട്ടായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള കോടതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മജിസ്ട്രേറ്റ് കോടതിയാണോ, മുൻസിഫ് കോടതിയാണോ, സെഷൻസ് കോർട്ടാണോ, സബ് കോർട്ടാണോ? ഏതാണ്? സെഷൻസ് കോർട്ടാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ,
അടുത്ത ചോദ്യം, ലോക ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? മാർച്ച് 15 മാർച്ച് 16 ഏപ്രിൽ 15 ഏപ്രിൽ 16 എന്നാണ് നമ്മൾ ആചരിക്കുന്നത്? മാർച്ച് 15 നമ്മൾ ലോക ഉപഭോക്തൃ ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, ഇനി ബാലവേല നിയന്ത്രിക്കുന്നത് ഭരണഘടനയിലെ ഏത് അനുച്ഛേദമാണ്? അറിയാവുന്നവർ പെട്ടെന്ന് പറഞ്ഞേ. ബാലവേലയാണ് അല്ലെ? ബാലവേല നിയന്ത്രിക്കുന്നത് ഭരണഘടനയിലെ ഏത് അനുച്ഛേദമാണ്? 22 23 24 25 ഏതാണടാ? ഓപ്ഷൻ സി അനുച്ഛേദം 24 ബാലവേല നിയന്ത്രിക്കുന്നത് ഭരണഘടനയിലെ അല്ലെ? ബാലവേല നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് അനുച്ഛേദം ഏതാണ്? 24 വരുന്നത്. അപ്പോൾ ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേടാ? അപ്പോൾ ഇന്ന് പറഞ്ഞ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യാം? ഇനി അടുത്തൊരു PYQ സീരീസിലെ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.